Hey guys, welcome to a പുതിയ ദിവസം. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് ബസ്സിലൊക്കെ പോണതറിയോ? ഒറ്റടിക്ക് പറഞ്ഞത് നിങ്ങൾ വീഡിയോ കാണുന്നത്. വീഡിയോ ലാസ്റ്റ് വരെ കാണി, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. എന്റെ ഓവർ കോൺഫിഡൻസ് തൊള്ളപ്പടായും കണ്ടപ്പോഴേ തോന്നുന്നു ട്രെയിനിന്റെ പാട്ടിന് പോകുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി, സ്ലീപ്പറാണ് പോയി കിട്ടി. ഇനി ജനറലിൽ തൂങ്ങി പിടിച്ചു പോകണം. പക്ഷെ എനിക്ക് ഒന്നുമല്ലേ പേടി. ഇനി അടുത്ത ട്രെയിൻ വരുന്ന വരെ 4 മണിക്കൂർ ഞാൻ ഇവനെ എങ്ങനെ ചെലവ് കൊടുത്ത് നോക്കിയിരുത്തും. ബിക്കോസ് അഫ്താബ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒന്നും നോക്കില്ല, മണിയറ മരത്തിൽ ഓട്ടോറിക്ഷ കയറിക്കണം, നേരെ പോയി ബിരിയാണി നിന്ന് അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചാണ് കടന്നത്. ട്രെയിൻ വന്നതും കയറിയതും മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അതിന്റെ ഉള്ളിൽ നടന്നത് ജാലിയൻവാലാബാഗ്. സ്ലീപ്പറിൽ കടന്നും നടന്നു ഇരുന്നും പോകേണ്ട ആളെ എന്റെ കുന്തളി പോണ ട്രെയിൻ മിസ് ആയിക്കാണ്ട് ഇപ്പൊ ജനറലിൽ പോണത്. ഓണത്തിനടുക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടെ ഫോളോവർ ഹായും തന്നെ. അവസാനം ഞാൻ അത് പൊരുത്തി നേടിയ വിജയം. ആരൊക്കെ തലയിലും മൂട്ടിലും ചവിട്ടിക്കൊണ്ട് സീറ്റാണ് കിട്ടി. ഞാൻ പിന്നെ 6 അടി മനുഷ്യനും ആദ്യം പിന്നെ മരത്ത് വലുപ്പമുള്ള ഇന്നെ ഒതുക്കി കൂട്ടി മടക്കി വെക്കാൻ കുറച്ച് പണിയാണ്. ഏതായാലും നമ്മൾ വന്നിട്ട് മാംഗ്ലൂരിക്കാണ്. കുറച്ച് നാടൻ ഭാഷ പറഞ്ഞ മംഗലാപുരത്തേക്ക് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളെ പിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാറൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറ്റിയ ഫുൾ റിച്ച് കളികൾ ഉള്ളി. ഇതാണ് നമ്മളെ ബെഡ്റൂം. ഇന്ന് ഇന്ത്യ അഫ്താബിന് ഫസ്റ്റ് നൈറ്റ് ആണ്. ഒന്ന് ഉറങ്ങിച്ച് രാവിലെ ആയപ്പോൾ തന്നെ മംഗലാപുരത്ത് കൂരാകോരി മയം വെള്ളപ്പൊക്കെ. എന്താ ചെയ്യാം, നല്ലൊരു വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, മഴയൊക്കെ പെയ്യും. ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ വീണ്ടും കയറി. എന്താ പറ്റിയ അല്ല നമ്മളെന്തിനാ മംഗലാപുരത്തേക്ക് ഒന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു തരാം. സംഗതി അഫ്താബിന് എന്തോ പ്രായം വരും. അപ്പൊ ബാങ്ക് കെട്ടിച്ചു വിടണം. അല്ല സോറി, ബാങ്ക് കോളേജ് കൊണ്ടേ ചേർക്കണം. ഓന്റെ അന്തരമാണെങ്കിൽ ബാംഗ്ലൂർ, തമിഴ്നാട്, ഹൈദരാബാദ് ഇവിടെയൊക്കെ പോയാൽ മതി. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ നിലവിൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടീം ക്യാമ്പസ് റൂട്ടാണ്. കാരണം ക്യാമ്പസ് റൂട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് AI വെച്ച് കണ്ട് നിങ്ങൾക്ക് കോഴ്സ് പറഞ്ഞു തരും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഏത് കോഴ്സ് എടുക്കേണ്ടത് കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ AI ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇന്ന കോഴ്സ് എടുത്ത മോനെ ഇറങ്ങിട്ട് പറഞ്ഞു തരും. അതൊക്കെ കടന്നിട്ട് ഇനി നമുക്ക് കോളേജ് പോയി കാണാം. നമ്മൾ പൈസ മുടക്കി പോയി കാണല്ല. ക്യാമ്പസ് റൂട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കോളേജ് പോയി കാണാനുള്ള അവസരം തരും. അത് കോളേജ് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ. നമ്മൾ ആദ്യം പോയത് തന്നെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിക്കാണ്. അഫ്താബ് കണ്ട പാടത്തിന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കാണാൻ അന്തോനെ വിട്ടുകൊടുക്കുന്നുണ്ട്. അഫ്താബ് തല്ലാൻ പോണവരെ കോളേജ് കാണാൻ പോകുന്നു. സെക്യൂരിറ്റി കന്തം വിട്ട് നോക്കുന്നുണ്ട്. ആഹാ, എന്ത് ശാന്തമായ വരാന്ത, എന്താ ടോപ്പ് ക്ലാസ് റൂം, ഫുൾ സെറ്റപ്പ് തന്നെ. ലിഫ്റ്റൊക്കെ കോളേജ് നമ്മളൊക്കെ പഠിച്ചു. നമ്മളെ കോളേജിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇവിടെ പഠിച്ചാണെങ്കിൽ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ അശ്വതിനും ദേവികനും സൂറമോനും ജമീലും ഞങ്ങൾക്ക് നോക്കി വളക്കാം. അങ്ങനെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി കണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ്. ഇനി അടുത്ത കോളേജിൽ പോകാം. ഇതാണ് ഒരു ലോഡ് സുന്ദരിമാര് തിങ്ങിപ്പാർത്ത് പഠിക്കുന്ന ഏനപ്പോയ യൂണിവേഴ്സിറ്റി. ഏനപ്പോയ യൂണിവേഴ്സിറ്റി സ്റ്റേജ് പ്ലസ് ഷട്ടിലും മറ്റേത് മറിച്ചു എല്ലാ കുന്തങ്ങളും കളിച്ചിട്ട് സെറ്റപ്പ് നോക്കി എന്താലേ ഈ കൊടുത്ത സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് വായിച്ചാൽ പറ്റും. നിങ്ങൾ നിർത്തി വായിച്ചോളി. ഇന്ന് കണ്ണുറന്ന് നോക്കിയാൽ എന്തോ ഒരു രമണി, അല്ല അങ്ങനല്ല, പ്രകൃതി രമണി കണ്ടോ. നിങ്ങൾക്ക് നാട് മിസ് ചെയ്യുന്നുള്ള പേടിയാ വേണ്ട. ചക്ക വരെ ഏനപ്പോയ യൂണിവേഴ്സിറ്റി ഇവിടെ കുഴിച്ചിട്ട് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട്. പെൺകുട്ടികളെ കണ്ടില്ലേ, ഫുട്ബോൾ കോർട്ട് കയറി ടെന്നീസ് ബോൾ എറിഞ്ഞു. എന്താ അഫ്താബ് ഒരു ചെറിയ അടങ്ങി നിന്ന് കണ്ടോ. ജപ്പാനിൽ വരെ ഷൊമീത്തി ഹഷോനി വന്നിട്ട് ഇവിടെ പഠിച്ചുകൊണ്ട് ഇതൊന്ന് ചുറ്റോട്ട് നോക്കിയത് എന്തോ ഒരു പീസ്ഫുൾ ആയി, എന്ത് ശാന്തമായ സ്ഥലം. നിങ്ങൾക്ക് സിനിമയിലൊക്കെയാണ് ഒരു കോളേജ് വൈബ് കിട്ടില്ല. അതാണ് ഏനപ്പോയ യൂണിവേഴ്സിറ്റി. അഫ്താബ് പിന്നെ ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്താൽ ക്യാൻറ്റീൻ സെറ്റപ്പ് ആണോ നോക്കുന്നുണ്ട്. അതിന്റെ കൂടെ കുറച്ച് ഗേൾസ് ബാൻസ് നമ്മൾ വന്ന് പരിചയപ്പെടുക. എന്താ പറ്റിയ ഏത് മൂഡ്, സെൽ ബാറ്ററി മൂഡ് പറഞ്ഞ് പഠിപ്പിച്ചതല്ലെങ്കിൽ ഏനപ്പോയ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കുറച്ച് പച്ചയായ സത്യങ്ങളൊക്കെ കേൾക്കാം. വളരെ നല്ലൊരു കോളേജ്. ഒറ്റ വാക്കിൽ നിർത്തി സൂപ്പറാണ്, അടിപൊളിയാണ്. കണ്ടോ, മക്കളൊക്കെ വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ആരെണ്യാളെ കാത്തുകയാണ്. പ്ലസ് 2 റിസൾട്ട് വന്നില്ലേ, കോളേജിൽ തരണ്ടേ. ക്യാമ്പസ് റൂട്ട് പോയാൽ കോളേജ് തരുന്നതോളൂ. കാരണം നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കോളേജ് വിസിറ്റ്, ലോൺ അസിസ്റ്റ്, പ്ലേസ്മെന്റ് ഇതൊക്കെ ഉറപ്പ് ചെലവില്ലാതെ നിങ്ങൾക്ക് ചെയ്തരുണ്ട്. അപ്പൊ താഴെ കൊടുത്ത അക്കൗണ്ടിൽ ബാങ്ക് പോയി മെസ്സേജ് അയച്ചോളി, കോളേജ് അടിച്ചു പൊളിച്ചോളി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.